ഇപ്പം സിദ്ദിഖ് സാറില്ല, ഇന്നുമില്ല, മാമുക്കോയില്ല, അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാരങ്ങോട്ടും പോയി. അപ്പം അത് കഴിവുള്ള അയ്യോ അത് സഹിക്കാൻ പറ്റാത്ത സംഭവമാണ്. സോറി ചേട്ടാ, ഞാൻ ഇമോഷണൽ ആക്കി. അത് കുഴപ്പമില്ല. ആ ഒരു പറഞ്ഞു പോയപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. കലശേഷി, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമർ സെൻസ് ആർക്കായിരിക്കും? കൽപ്പന ആണല്ലേ? പിന്നെ ചെറുപ്പം മുതലേ കൽപ്പന ചേച്ചി ഇങ്ങനെ കൗണ്ടർ പറയായിരുന്നു. മിമിക്രി മോണോക്ട് ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കുക. എഴിച്ചു വരുന്നത് ഓരോ പാരയും കൊണ്ടായിരിക്കും. പക്ക ഡൈചേട്ടൻ ഇപ്പോഴാണോ ഡൈ ചെയ്ത് വന്നിരിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു അതിലായിരിക്കും ഡൈ ചെയ്ത് പോയിരിക്കുന്നുണ്ടാവുക. ഞാൻ 23 വയസ്സിൽ നരച്ചതാ. ആണോ? ആ നേരത്തെ നരയാണ്. അന്നേ ഞങ്ങളെ പറ്റിക്കായിരുന്നു. അതെ, ഗോദറേജ് ഇല്ലായിരുന്നെങ്കിൽ തെണ്ടിപ്പോയനെ. അന്ന് അതേ ഉള്ളൂ. ഷൂട്ടിംഗ് തീർന്നേണ്ട ഒരു വിഷമം തോന്നിപ്പോയി. അയ്യോ, എന്ത് രസം അതൊക്കെ കേൾക്കുമ്പോ തന്നെ. മനസ്സിനൊരു ദുഃഖമായിരുന്നു. രാംജി റാവു കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അയ്യോ തീർന്നു പോയല്ലോ. ഇവരെ രണ്ടുപേരെയും ഞാൻ സിനിമ നന്നായി ആസ്വദിക്കുന്ന പ്രായം മുതലേ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ, വെറുതെ കാണുന്നവരല്ല. എന്തോ പറഞ്ഞു പ്രായമായി. മഹാറാണിയില് സംസാരിക്കുക, ഞാന് സിദ്ദിഖ് ജയറാമുണ്ടെന്ന്. ജയറാമ് ഹലോ പറഞ്ഞിട്ട് ഒരാൾ കയറി വന്നു. അവസാനം പുള്ളി പറഞ്ഞു ഒന്നുമില്ല, നിങ്ങളിവിടെ ഉണ്ടെന്ന് വെച്ചപ്പോ ഒന്ന് കയറാമത്. ആ അപ്പം ഞാൻ പതുക്കെ എണീച്ചിട്ട് കൊള്ളോ ഒരു ഇടി. ഇടി എന്ന് പറയുന്നത് നല്ല ഇടിയാണേ. ആ അത് ഉടനെ സിദ്ദിഖ് ഏറ്റെടുത്തു, ജയറാം ഏറ്റെടുത്ത് മഹാറാണിയുടെ മൂന്നാമത്തെ നിലയിൽ നിന്ന് ഇടിച്ച് റിസപ്ഷനെ കൊണ്ടിറക്കി. അയാള് നോന്ന് ഓരോ വേദനയില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ബി വിത്ത് രമ്യയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പുതിയ ചിത്രമായ ഭരതനാട്യത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇതിലെ നമ്മുടെ പ്രിയങ്കരായ ആർട്ടിസ്റ്റുകളാണ്. ഭരതനാട്യത്തില് നല്ല തിളങ്ങി നിൽക്കുന്ന, ഇതേ ജ്വലിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഇങ്ങനെ തിളങ്ങി. സൈജു ഇതിന്റെ ട്രെയിലറിൽ പറയുന്നുണ്ട്, സുഭാഷേ ഞാനിതൊന്നും കാണാതെ ചെയ്യും തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തൊക്കെ കണ്ടിട്ടാ സൈജു ഈ സിനിമ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചേ? പഠനത്തായിട്ട് വരും എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെയാണ്. പിന്നെ അതൊരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണ് ട്രെയിലർ അങ്ങനെ കട്ട് ചെയ്തത്. അത് എനിക്ക് തോന്നി, ഞാൻ വിചാരിച്ച സൈജുവിന്റെ ഐഡിയ ആയിരിക്കും. എന്നെ ട്രോൾ മെറ്റീരിയൽ ആക്കാൻ വേണ്ടി ആ മനഃപൂർവ്വം പഞ്ചിൽ അത് കറക്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കാണ്. ഓക്കെ. അല്ല, ഇത് ബേസിക്കലി ഐ ഓൾവേസ് വാണ്ടഡ് ടു പ്രൊഡ്യൂസ് എ മൂവി. ഒരു മൂവി അതായിരുന്നു സിനിമയിൽ വന്നിട്ട്. ഇത് ആക്ച്വലി ആൾക്കാർ തന്നെ ചോദിച്ചിപ്പം ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മളോട് ചോദിക്കും, ഇപ്പൊ നടന്മാരൊക്കെ സംവിധാനം ചെയ്യുന്നുണ്ടല്ലോ, നോക്കിയൂടെ എന്ന് ചോദിക്കും. എനിക്ക് ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റി പരിപാടിയൊന്നുമില്ല. ഞാൻ ഈ സിനിമയിൽ വന്നിട്ട് കുറച്ച് അഭിനയം പഠിച്ച ഒരാളാണ്, അല്ലാതെ എനിക്ക് മറ്റേ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. അത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാനപ്പം ആ ചോദ്യം ന്ന് രക്ഷപ്പെടാൻ കൂടി ഞാൻ പറയുമായിരുന്നു, എനിക്ക് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതായത് അഭിനയം അല്ലാണ്ട് വേറൊരു മേഖലയിൽ കൈവയ്ക്കണമെങ്കിൽ അത് പ്രൊഡക്ഷൻ സൈഡ്. കാശുള്ളവർക്ക് അതല്ലേ പറ്റൂ അല്ലെ സൈജേട്ടാ? കാശ് ഒരുപാട് ഇരിക്കുകയാണ്. ഇത് ഏതാണ് ഒട്ടും കാശില്ലാത്ത സമയത്ത് സിനിമകളൊന്നും എനിക്കില്ല, അന്ന് കണ്ട സ്വപ്നമാണ്. പിന്നെ നമ്മള് അത്ര ഒരു ബിഗ് ബഡ്ജറ്റ് പടം ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്, നമ്മുടെ കൊത്തിൽ ഒതുങ്ങുന്ന ഒരു പടം. അപ്പൊ എനിക്ക് ബേസിക്കലി ഞാനൊരു മൂവി സെലക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള വിട്ടേക്കും, ആസ് എ ലീഡ് ആക്ടർ ഞാനിപ്പം ചെയ്യുമ്പോൾ എനിക്കറിയാം ഈ ബഡ്ജറ്റിലാണെങ്കിൽ അതിന് രണ്ട് പ്രോബിലിറ്റി ഉണ്ടാവും. ഒന്ന് ബ്രേക്ക് ഇവൻ ആവില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ ആവും. മറ്റേത് ആ ബഡ്ജറ്റിൽ നിന്ന് മേളിലാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ആണെങ്കിൽ അത് ബ്രേക്ക് ഇവാൻ വലിയ പ്രയാസമാണ്. പ്രോബിലിറ്റി അപ്പൊ ഒന്നേ ഉള്ളൂ, ബ്രേക്ക് ഇവൻ ആവില്ല എന്നുള്ളത്. അപ്പൊ ബ്രേക്ക് ഇവൻ ആവാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ്, ഞാൻ ഇങ്ങനത്തെ പടങ്ങളിൽ, അതായത് ആ ബഡ്ജറ്റിൽ വരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട കഥകൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കഥയാണിത്. അപ്പൊ നമ്മുടെ കൈ പൊള്ളാതെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേ, എന്നാൽ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഇതെല്ലാം എടുത്തോണ്ട് ഡെഫിനറ്റ്ലി. അപ്പം അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തൊരു പടമാണ്. പിന്നെ അത് കൂടാണ്ട് എനിക്ക് A to Z ഓഫ് പ്രൊഡക്ഷൻ ഒന്നും അറിയില്ല.
നമ്മളിപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ആക്ടർ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ഷൂട്ടുള്ള ദിവസം നമ്മൾ അവിടെ പോയി അഭിനയിക്കുന്നു, ഷൂട്ട് കഴിഞ്ഞ ഉടനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്നല്ലാണ്ട് നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നമ്മൾ ചെന്നിട്ടില്ല. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്. അതൊരു 20% അത്രയും മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ടീം, അവരുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാനായിരുന്നു എന്റെ താല്പര്യം. പക്ഷെ അത് അവർക്കും കൂടെ ഞാനായിട്ട് കൊലാബറേറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതമാവണമല്ലോ. അപ്പൊ അങ്ങനെ സമ്മതിച്ചത് തോമസ് ചേട്ടനാണ്. സായിച്ചേട്ടാ പൈസയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നോ പ്രൊഡ്യൂസർ? അപ്പം എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി അല്ലേ? പക്ക ഡീൽ. സായിച്ചേട്ടൻ ഇപ്പോഴാണോ ഡൈ ചെയ്ത് വന്നിരിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു അതിലായിരിക്കും ഡൈ ചെയ്ത് പോയിരിക്കുന്നുണ്ടാവുക അല്ലേ? അല്ല ഞാന് അതാണ് ഡൈ ചെയ്തിരിക്കണത്. അല്ല അതിനകത്ത് നര ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതാണ് ഡൈ, ഇത് ഒറിജിനൽ എന്ന് പറയുമെന്ന് വിചാരിച്ചതാ ഞാൻ 23 വയസ്സിൽ നരച്ചതാ. ആണോ? നേരത്തെ നരയാണ്. അന്നേ ഞങ്ങളെ പറ്റിക്കായിരുന്നു. അതെ, ഗോദറേജ് ഇല്ലായിരുന്നെങ്കിൽ തെണ്ടിപ്പോയനെ. അന്ന് അതേ ഉള്ളൂ. അങ്ങനെയാണ്. അതുകൊണ്ട് അത് വലിയൊരു ഫീലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്ത് ഈ ഭരതനാട്യത്തിനകത്ത് എന്താണ് സായിച്ചേട്ടന്റെ ക്യാരക്ടർ ഇതുവരെ ചെയ്ത്? നമ്മളൊക്കെ ഈ ഒരു രൂപത്തിൽ നമ്മൾ സായിച്ചേട്ടന്റെ വേറെ സിനിമകളിലെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും സായിച്ചേട്ടൻ ഇതുവരെ പ്ലേ ചെയ്യാത്തത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണോ ഇത്? തീർച്ചയായിട്ടും. ഓക്കെ, എന്തായിരിക്കും അത് പറയാൻ പറ്റുന്ന ഭാഗങ്ങൾ? 23-ാം തീയതി ശേഷം തിയേറ്ററിൽ പോയി എന്തെങ്കിലും ഒരു ക്ലൂ ഇട്ട് തരൂ സാർ. അച്ഛൻ 4 മക്കളുടെ അച്ഛനാണ്. അത് തന്നെ നമ്മുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ കഥ പറഞ്ഞു തീർക്കല്ലേ? നമ്മളിങ്ങനെ പഞ്ച് ക്ലൈമാക്സ് ഒക്കെ ഇങ്ങനെ കൊണ്ട് ഇട്ട് വയ്ക്കില്ലേ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് എവിടെയും സൈജുന്റെ ഒരു എക്സ്ക്ലൂസീവ് ഒരു ഫുൾ തറോ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തോളൂ. അന്ന് ഞാൻ സൈജുവിന്റെ അടുത്ത് ചോദിച്ചു ഭരതനാട്യത്തെ കുറിച്ച്. സൈജു വാ തുറന്ന് മിണ്ടിയില്ല. അന്നേരം എന്റെ അടുത്ത് പ്രോമിസ് ചെയ്തു ഞാൻ ഇന്ന് ഭരതനാട്യത്തിന്റെ പ്രൊമോഷന് വരുമ്പോ ഇത് എന്താണ് ഭരതനാട്യം, ഞാൻ ചെയ്യുന്ന ഡാൻസ് റിലേറ്റഡ് ആണോ, എന്തായിരിക്കും ഭരതനാട്യം എന്നുള്ള പേര് ആദ്യം കേട്ടപ്പോഴേക്കേ. പക്ഷെ ഇതിന്റെ ഇപ്പൊ ട്രെയിലറും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഇതും ഡാൻസും തമ്മിലൊന്നും ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് ഭരതൻ എന്നുള്ള പേരാണോ എന്ന് എനിക്കൊരു സംശയം. അല്ലല്ല, നമ്മള് ജീവിതത്തില് ഭരതനാട്യം കളിക്കാറില്ലേ ചില സാഹചര്യത്തില്? നിങ്ങൾ കളിച്ച ഭരതനാട്യം എപ്പോഴൊക്കെയാ? ലിറ്ററൽ ഭരതനാട്യം അല്ല, നമ്മളിങ്ങനെ പറയില്ലേ അഭിനയം. അങ്ങനത്തെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ സിനിമ കണ്ടു കഴിയുമ്പോഴേ നമുക്കൊരു വ്യക്തമായ ധാരണ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ വന്നത്. ഭരതന്റെ നാട്യങ്ങളായിരിക്കും ഒരിക്കലും നവരസങ്ങൾ. പിന്നെ കലചേച്ചി പറയൂ, എന്താണ് ഇതിനകത്ത് നവരസങ്ങൾ? എല്ലാരും അങ്ങനെ അല്ല, അച്ഛനും അമ്മയും 4 മക്കളും അവിടെ മരുമക്കളും. ഇതാണ് മൂത്ത മകൻ? ആമ്പിള്ളാരില് മൂത്ത മകൻ അല്ല, മൂത്ത മോളിത്. രണ്ടാമത്തെ മകനാണ്. പിന്നെ അടുത്തൊരു മകള് ശ്രുതി സുരേഷ്. പിന്നെ ഒരു പുതിയ കുട്ടിയാണ് അച്ഛൻ. അത് ആദ്യമേ കലചേച്ചി പറഞ്ഞിരുന്നു. അച്ഛൻ, ഞാൻ അമ്മ. അപ്പൊ ഇതിലുള്ള ഇത്രയും കഥാപാത്രങ്ങളെ പല രസങ്ങളാണ് ഈ പടം. ഓഹോ, ഓരോരുത്തരും ഓരോ ക്യാരക്ടർ. അപ്പൊ നമ്മള് നാച്ചുറലി നമ്മുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ. മക്കള് ചിലര് ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരായിരിക്കും, ടേസ്റ്റിലും ഫുഡിലും എല്ലാത്തിലും. ആ ഒരു വ്യത്യാസം ഈ പടത്തിലുണ്ട്. ഓഹോ, എല്ലാവർക്കും ഓരോരോ സ്വഭാവങ്ങളാണ്. ഇത്രേ ഉള്ളൂ. അതായത് ഇതിനകത്ത് എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനമുണ്ട്, ഒടുക്കമുണ്ട്. അല്ലാതെ വെറുതെ കൊണ്ടുവന്നിട്ട് ഒരാളെ കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തിട്ട് എന്തിനായിരുന്നു അയാള് എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇവിടെ വരുന്നില്ല. ഇവൻ പുറമെ ഒരു ഗേറ്റിനകത്ത് നിന്ന് എത്തി നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പോലും പ്രാധാന്യമുണ്ട്. എന്തിനാണ് അയാൾ എത്തി നോക്കിയെന്നതിനെ പറ്റി പറയുന്നുണ്ട്. വളരെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പം സാധാരണ ചില കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉള്ളിലൊന്ന് ഉറങ്ങും. പിന്നെ പിന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്താ എന്നിട്ട് വെച്ചിരിക്കുന്നത്. ഇത് എനിക്കൊന്നും ചോദിക്കേണ്ടി വന്നില്ല എന്നുള്ളത്. അത് തന്നെയാണ് പുതിയ ഡയറക്ടർ എന്നുള്ള നിലയിൽ പുള്ളിയുടെ പടത്തിനകത്ത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ സൈജു ആണ് എന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സംഭവം. അപ്പം സൈജുവിന്റെ ആദ്യത്തെ പടത്തിലും ഞാനുണ്ട്, ഇപ്പം ഈ നമ്മുടെ പ്രൊഡക്ഷനിലും ആദ്യം ചെയ്യുന്ന പടത്തിലും ഞാനുണ്ട്. അപ്പം അതൊരു സുഖമുള്ള ഏർപ്പാടാണ്. അപ്പം അതങ്ങനെ നിന്നു. അപ്പോഴാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സീൻ ബൈ സീൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വളരെ നല്ല ട്വിസ്റ്റുകളുള്ളതും നല്ല രസകരമായ മുഹൂർത്തങ്ങളും നല്ല എന്താ പറയാ ക്ലിയർ ആണ്. അപ്പോ അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ
പെട്ടെന്ന് അങ്ങ് ഗസ് പറയാൻ പറ്റും. ഞാൻ എസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സൈജുവിനെ വിളിച്ചു. സൈജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സൈജു ഇങ്ങനെ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല കേട്ടോ, നമുക്കത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. മറ്റേ പ്രശ്നം എന്ന് വെച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ക. ഓക്കേ. അത് ഇത്ര ദിവസം ചോദിച്ചിട്ട് അതിന്റെ മുമ്പിൽ തീർക്കുകയും ചെയ്തു. അത്ര പ്ലാൻഡ് ആണ് എല്ലാം. ഓഹോ, നല്ല ഗ്രൂപ്പ്. ചെയ്യാൻ സീൻസ് ഇല്ലാതായി പോയി, തീർന്നു പോയല്ല. ആ 2-3 ദിവസം എന്ത് ചെയ്യും, മറ്റവരുടെ ഡേറ്റ് അപ്പോഴേ വരുള്ളൂ. മറ്റേ ആർട്ടിസ്റ്റ് വരണമെങ്കിൽ ആ ഡേറ്റിലേ വരുള്ളൂ. ഇതിന് ഇപ്പൊ ഇത്ര ദിവസം പോകുമെന്നാ വിചാരിച്ചത്. ഇനി അവർ വരുന്നവരെ നോക്കിയിരിക്കണം. 3 ദിവസം ബ്രേക്ക് എന്നുവെച്ചാൽ മറ്റേ ആൾക്ക് വരാൻ പറ്റുന്നില്ല, അതിന് പേരില്ല. അപ്പൊ ഇത്രയും എനിക്ക് പറഞ്ഞു ഇത്രയും ഇൻവോൾവ് ആയിട്ട് സൈജു കേട്ടോ ഇവരൊക്കെ പുകഴ്ത്തി പറയണത്. ഞാൻ അവിടെ കണ്ടതാണ്. അല്ല, നമ്മുടെ മൊത്തം ടീമിനെയാണ് പോയിട്ടുള്ളത്. മനസ്സിലായി. അതാണ് അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാമല്ലോ. നമ്മുടെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ഇതിൽ ഇത്രയും നല്ല രീതിയിൽ പറയുമ്പോൾ. ടീമും അങ്ങനെ ആയിരുന്നു. മാനേജർ മുതല് ലാസ്റ്റ് വരെയുള്ള എല്ലാരും പക്ക പക്ക. ആ എക്സിക്യൂട്ടീവിന് ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ അതെ, ജിതേഷിനെ അയ്യോ ആണല്ലേ, ജിതേഷ് അഞ്ചുമന. ആ നിങ്ങളെയൊക്കെ അല്ലല്ല, എക്സിക്യൂട്ട് ചെയ്യുന്നതല്ലേ, അത് ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര സുഖകരമായ ഒരു രീതിയാണ്. അത് എന്താ ഒരു പെയിൻ അറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ സായിച്ചേട്ടൻ അദ്ദേഹത്തിലൂടെ ആദ്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്. അല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാനും ആദ്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ തമാശ പറഞ്ഞല്ല. മറ്റേത് നമ്മളൊരു 3 പ്രാവശ്യം ചോദിച്ചാലൊക്കെയാണ് ഒരു പ്രാവശ്യം റെമുനറേഷൻ വരിക. ഇത് നമ്മള് ഇന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോ ചേട്ടാ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടേ നോക്കിയിട്ട് പറയാം. അല്ല, അത് മാത്രമല്ല, എല്ലാവർക്കും സത്യം പറയാണ്. ഞാൻ ആ കാര്യങ്ങളിലൊക്കെ പക്ക, അതൊക്കെ ഫുഡിന്റെ കാര്യത്തിലായാലും ശരി തന്നെ, അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന രീതി ശരി. ഷൂട്ടിംഗ് തീർന്നപ്പോ ഒരു വിഷമം തോന്നിപ്പോയി. അയ്യോ, എന്ത് രസം അതൊക്കെ കേൾക്കുമ്പോ തന്നെ. മനസ്സിനൊരു ദുഃഖമായിരുന്നു. റാംജുറാവ് കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അയ്യോ തീർന്നു പോയല്ലോ. അതേപോലെ ഒരു ഫീൽ ആയിരുന്നു ഇത് കഴിഞ്ഞപ്പോഴും. ദിവ്യക്കും അങ്ങനെ തന്നെയായിരുന്നു. മൊത്തത്തിൽ സെറ്റിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അത് ഇവര് രണ്ടുപേരും എല്ലാവരും പറഞ്ഞതുപോലെ നേരത്തെ ചില ദിവസങ്ങളിൽ നേരത്തെ തന്നെ തീരും ഷൂട്ട്. നമ്മൾ വിചാരിക്കും 3 സീൻ 4 സീൻ രാത്രിയാവും. ഞാനും ശ്രുതിയും കൂടെ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സീൻസ് ഡിസ്കസ് ചെയ്യും. മിക്കവാറും കോമ്പിനേഷൻസ് ഉണ്ട് എല്ലാവർക്കും. അപ്പൊ ഞാൻ ശ്രുതി ഇന്ന് 3 4 ഒക്കെ ഉണ്ട്, തീരും എപ്പോ ആദ്യമൊക്കെ. പിന്നെ 4 സീൻ 5 സീൻ 6 സീൻ ആണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഉറപ്പാണ് ഇത് 6 മണിക്ക് മുമ്പ് പാക്കപ്പ് പറയും. നൈറ്റ് സീൻസ് കുറവാണ്. ഉള്ള ദിവസങ്ങളിൽ മാത്രമേ കുറച്ച് ഡിലേ വന്നിട്ടുള്ളൂ, വളരെ അപൂർവം. ബാക്കി എല്ലാ ദിവസവും ആർട്ടിസ്റ്റുകൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ഇവര് പറയുന്നില്ലേ, ഇപ്പൊ ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര അവിടെ വലുത് ചെറുത് അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെ ഡീൽ ചെയ്ത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെ രണ്ടുപേരെയും ഞാൻ സിനിമ നന്നായി ആസ്വദിക്കുന്ന പ്രായം മുതലേ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ, വെറുതെ കാണുന്നവരല്ല. അപ്പൊ ഇവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറയുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്തോ പറഞ്ഞു പ്രായമായി. അപ്പം അല്ലെ, ഇവരൊക്കെ വളരെ ചെറുപ്പമായിരുന്ന കാലം മുതലേ സിനിമയിലുള്ള ആൾക്കാർ. നമ്മളിതിന് പ്രായം ചെന്നിട്ടാ സിനിമയിൽ. അതെ, സത്യം, അതാണ് വ്യത്യാസം. അപ്പൊ അങ്ങനെ മൊത്തം സെറ്റ് ഈ പറഞ്ഞ പോലെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ഇപ്പം ഓരോ സീൻ തരുമ്പോഴും ക്യാരക്ടർ എന്താണെന്നും ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് ഇന്നായി. പിന്നെ ഒരു പ്രാക്ടീസ് പോലും ഇല്ലാതെ തന്നെ റിഹേഴ്സൽ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതില്ലെങ്കിൽ തന്നെ നമുക്ക് സീൻ ചെയ്യാനുള്ള കോൺഫിഡൻസ്. ചിലപ്പോൾ നമുക്ക് പേടിയാവും ഇത് ചെയ്യാൻ പറ്റൂ, ഡയറക്ടർ എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ചില സെറ്റുകളിൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് അത് ആ സിനിമയിൽ മൊത്തത്തിൽ എല്ലാവരിലും കാണാം. ഈ സിനിമയിലെ ഏത് രസമായിരുന്നു ദിവ്യക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്? അത് മാത്രം പറഞ്ഞാൽ മതി, രസം ഏതായിരുന്നു? എനിക്ക് എല്ലാ രസങ്ങളും ഉണ്ട്. എന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ സിനിമയില്. എന്റെ ക്യാരക്ടറിന് എല്ലാം സ്നേഹവും ദേഷ്യവും എല്ലാം ഉണ്ട്, കരുണയും ബീബൽസും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ സായിച്ചന്റെ അടുത്ത് ചോദിച്ചു, ഇത് നമ്മുടെ റിയൽ ലൈഫിലെ ഒരു മോളാണ് ഇവിടെ ഇരിക്കുന്നത്. റിയൽ ലൈഫിലെ മക്കളാണെങ്കിലും ഭയങ്കര അധികം വാശിയോടെ നല്ല ഹെൽത്തി ആയിട്ട് അവരിങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ സീരിയലിൽ ഭയങ്കര ബിസി ആയിട്ട് അഭിനയിക്കണു, മറ്റാൾ സിനിമയിലേക്ക് ഇത് നിൽക്കുന്നു. എന്താണ് അവരുടെ പുതിയ വിശേഷങ്ങൾ? ഒരിക്കലും പിടികിട്ടത്തില്ല. ന്യൂ ജനറേഷൻ അവര് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി മക്കളെ എന്ന് പറയാനേ പറ്റും. അല്ലാതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അതിനകത്ത് ഇങ്ങനൊരു കുഴപ്പം കൂടെ ഉണ്ടെന്ന് ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു തരാൻ ഉണ്ട്. അപ്പൊ പിന്നെ
അതിലേക്ക് മിണ്ടാണ്ട്. മിണ്ടാണ്ട് ആ മക്കളെ ചെയ്തോ എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ഇപ്പം വൈഷ്ണവിയുടെ ആണെങ്കിലും കല്യാണിയുടെ വൈഷ്ണവി ഇപ്പം സീരിയലിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ പോസിറ്റീവ് ക്യാരക്ടറും ബാക്കി ഇത് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര ചാലഞ്ചിങ് ആണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളത്. അത് സായിച്ചേണ്ട തന്നെ നേരത്തെ ഓരോന്നും ചെയ്യുമ്പം റാംജിറാവിൽ വന്ന പോലെ അല്ല, വേറെ പിന്നീട് നമ്മൾ അങ്ങോട്ട് വരുമ്പം ശരിക്കും സായിച്ചേണ്ട ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് അച്ഛൻ്റെ ആണെങ്കിലും അതെ സായിച്ചേൻ്റെ ആണെങ്കിലും നമുക്ക് പേടിയാവും. ചില വില്ലന്മാർ വില്ലനായിട്ട് വന്നാലും നമുക്ക് അത്ര ഒരു പേടി തോന്നില്ല. ഓക്കെ വില്ലനാണെന്ന് തോന്നും. പക്ഷെ സായിച്ചൻ ആ ക്യാരക്ടറിലേക്ക് എത്തുമ്പോഴുണ്ടല്ലോ ശരിക്കും കണ്ടിരിക്കുന്നത് നമുക്ക് ഒരു ഫിയർ ഉള്ളിന്റെ ഉള്ളിൽ ശരിക്കും വരും. അമ്മാതിരിയാ സായിച്ചന്റെ കണ്ണുകൾ അന്നേരം വർക്ക് ചെയ്യണത്. കണ്ണിട്ടുള്ളൊരു പ്രകടനം ഉണ്ടല്ലോ. ഇപ്പം വൈഷ്ണവിയിലും ആ സെയിം സംഭവം കാണാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും ഭയങ്കരമായിട്ടും അച്ഛന്റെ മകൾ അല്ലെങ്കിൽ മുത്തച്ഛന്റെ മകൾ എന്നാണോ അവള് പറയേണ്ടി വരിക? കോപ്പി അടിച്ചായിരിക്കും. അത് പറയാറുണ്ടോ? എടി നീ ഞങ്ങളൊക്കെ ചെയ്ത നമ്പറൊക്കെ തന്നെയാ നീ ചെയ്യണെന്ന്. അല്ല തീർച്ചയായിട്ടും അവരൊക്കെ അതൊക്കെ കണ്ടായിരിക്കുമല്ലോ പഠിച്ചിട്ടുള്ളത്. സായികുമാർ എന്നുള്ള പേര് കേട്ടാലോ കലാരഞ്ജനി എന്നുള്ള പേര് കേട്ടാലോ ഇത്തരത്തിലുള്ള നിങ്ങൾ ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഏജ് ആയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇങ്ങനെയൊക്കെ ഡൈ ചെയ്തോ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പം അതും കൂടെ ആക്റ്റീവ് ആയതിനു ശേഷം ചേച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശ്രീകൃഷ്ണപുരത്തെ അതാണ് ഇപ്പോഴത്തെ ആ യങ് ജനറേഷന് വരെ അത്ര ഫെമിലിയർ ആണ് സായിച്ചേട്ടൻ റാംജിറാവ്. അത് എല്ലാവർക്കും ആ ഒരു മുഖം, എനിക്കാണെങ്കിലും ഫസ്റ്റ് എത്ര നിങ്ങളെ സിനിമ കണ്ടിട്ടുണ്ട്, എന്നാലും അത് നമ്മുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നുണ്ടല്ലോ ആ ക്യാരക്ടർ പ്ലേ ചെയ്ത്. അതങ്ങ് ഭയങ്കരമായിട്ടും എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒന്നാണ്. ഈ റാംജിറാവിലെ അതാണെങ്കിലും ആ സെയിം ടീമിന്റെ കൂടെ മാന്നാർ മത്തായിൽ വന്നപ്പോഴും ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അവിടെ ഉണ്ടായ ആ ഒരു ഫൺ മൊമെന്റ് എന്ന് പറയുന്നതും ഫസ്റ്റ് മൂവിയിലായിരുന്നു ശരിക്കും സായിച്ചേട്ടൻ കൂടുതലും എൻജോയ് ചെയ്തത് അല്ല മതിച്ചെന്ന് പറയുന്നത്. അതോ മാന്നാർ മത്തായിലേക്ക് വന്നപ്പോഴാണ്? മാന്നാർ മത്തായി വന്നപ്പോഴാണ് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല നമുക്കിപ്പം ഏകദേശം ഇങ്ങനെയാണ് സിനിമ. എന്താണെന്ന് മനസ്സിലായി. വളരെ ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട് 3-5 പടം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് പിന്നെ റാംജിറാവാണ് ചെയ്യുന്നത്. അപ്പോൾ റാംജിറാവിൽ ചെല്ലുമ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഒരാൾ, പക്ഷേ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ എന്നുള്ള കൺസേൺ എല്ലാവരും തരുന്നുണ്ടെങ്കിലും നമുക്കൊരു നമ്മുടെ ഫസ്റ്റ് മൂവി അല്ലേ, അപ്പം പെട്ടെന്ന് നമ്മളൊരു ഫ്രീ ആവുന്നില്ലല്ലോ. അപ്പം നമുക്ക് അതിന് പെട്ടെന്ന് കൗണ്ടർ വായിൽ വരുമെങ്കിലും നമ്മൾ നിർത്തും. എന്നുവെച്ചാൽ അത് ചിലപ്പോൾ കുഴപ്പമായല്ലേ അങ്ങനെ നിർത്തി വെച്ചു. പക്ഷെ മാന്നാർ മത്തായിയൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാവരുമായിട്ടും നല്ല പരിചയമായി, കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ പിന്നെ നമ്മള് കുറച്ചുകൂടെ ഫ്രീ ആയി. ഓക്കെ, അപ്പൊ അതിലായിരുന്നു കൂടുതലും നല്ലൊരു ഇതൊക്കെ പറയാൻ. അതിനുശേഷം പിന്നെ എനിക്ക് പറയാൻ സായിച്ചാണ് കുറെ ഇവരെ പോലെ സിംഗിൾ ആയിട്ടുള്ള ഹീറോ നമ്മൾ ഒരുപാട് അങ്ങനത്തെ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതും ഒരു ബോയ്സിന്റെ ഒരു ഗാങ്, ഒരു ഗ്രൂപ്പ്, അങ്ങനത്തെ കുറെ നല്ല സിനിമകൾ, ഹിറ്റ് സിനിമകളുടെ ഒരു ഭാഗമാണ് സായിച്ചേട്ടൻ. ആ അഭിനയിക്കുമ്പോഴത്തെ വ്യത്യാസവും എപ്പോഴും നമ്മൾ തന്നെത്താൻ നമ്മുടെ ഒരു ഷോൾഡറിൽ, ഇപ്പൊ സൈജുനാണെങ്കിലും ഈ ഒരു സിനിമ നായകൻ നമുക്ക് ആ ഒരു ഷോൾഡറിൽ നമുക്ക് ഒരു ഇത് വരുമോ, അത് ഗ്രൂപ്പായിട്ട് അഭിനയിക്കുമ്പോഴാണോ കുറച്ചും കൂടി ഒരു ഈസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? കൂട്ടായിട്ട് അഭിനയിക്കുമ്പോൾ വീതിച്ചു പോകും, ഷെയർ ചെയ്തു പോകും. അതെ, ഉത്തരവാദിത്വവും വിജയത്തിനായാലും പരാജയത്തിനായാലും എല്ലാത്തിനാണെങ്കിലും. മറ്റേത് ഒറ്റയ്ക്ക് എടുത്ത് വെക്കണ്ടേ. ഇത് വേറെ ആരുടെ പേര് പറയില്ല, ഡയറക്ടറിന്റെ പേരും പറയില്ല, ആരുടെയും പറയില്ല. മറ്റേ ഇന്ന ആള് അയാളുടെ പടം പോയി എന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഒരു നമുക്കൊരു ബേർഡനാണ്, നമുക്ക് വല്ലാത്തൊരു ഇതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് മാത്രമല്ല ഷൂട്ടിംഗ് സെറ്റ് ഇപ്പൊ തൂവൽ സ്പർശത്തിന്റെ സമയത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ സായിച്ചേണ്ട പ്രായം എന്ന് പറയണത് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ എന്റെയൊക്കെ ഇന്നത്തെ ഏജിനെക്കാട്ടിലും ഒക്കെ യങ് ആയിരിക്കും സായിച്ചേണ്ട അന്ന് അത് അഭിനയിച്ചിട്ടുണ്ടാവുക. അത്രയും നല്ല ഇങ്ങനെ പറയാ എന്താ യങ്സ്റ്റേഴ്സ് ബോയ്സിന്റെ ഒക്കെ അന്നേരത്തെ നല്ല ബ്ലഡ് ഒക്കെ നല്ല ഇതിൽ നിൽക്കുന്ന സമയം നിങ്ങൾ ശരിക്കും മതിച്ച് എൻജോയ് ചെയ്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ ആയിരിക്കണം ഇത്തരത്തിലുള്ള മൂവീസ് എല്ലാം. അല്ല, അക്കാലത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ള പടങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്ന പോലെ ആയിരുന്നല്ലോ. ഫുൾ ഫൺ. അതിന്റെ ഇടയ്ക്ക് അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സമയം കിട്ടിയാമോ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. അതാ ഈ കാരവാൻ രീതി ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാരും ഇന്ന് ജയറാമിന്റെ റൂമിലാ നമ്മൾ കൂടുന്നതെങ്കിൽ പിറ്റേ ദിവസം എന്റെ റൂമിലായിരിക്കും എല്ലാവരും കൂടുക, അല്ലെങ്കിൽ മുകേഷിന്റെ റൂമിലേക്ക് കൂടുക. അങ്ങനെ ഓരോരുത്തരും ഓരോ മുറിയിലാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് ഇതാവരുന്നു അവിടെ പോവാ, അവിടെ ഇരുന്ന് പാട്ട് പാടല്, കാര്യങ്ങൾ മറ്റേത് മറിച്ച് അങ്ങനെ പോകും. പക്ഷെ ഇപ്പൊ അതില്ലല്ലോ. ഈ പടത്തില് ഈ ഭരതനാട്യത്തില് ക്യാരവൻ അധികം ഉപയോഗിച്ചിട്ടില്ല. ഞാനത് ചോദിക്കാൻ കഴിഞ്ഞാലും ആ വീട്ടിന് ഉണ്ട്, പക്ഷെ ആരും യൂസ് ചെയ്തിട്ടായിട്ട് എനിക്കറിയത്തില്ല. അതാണ്, ക്യാരവൻ ഉണ്ട്, പക്ഷെ നമ്മളെപ്പോഴും എല്ലാരും ഒരുമിച്ചാ. സ്വാതിയുടെ പാട്ട്, ചേച്ചിയുടെ ഓരോ കഥകള്, ചേട്ടന്റെ കഥകള്, എല്ലാരും ഇങ്ങനെ ഓരോ അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമ്മളോട് ഷെയർ. ഞാനും ശ്രുതിയൊക്കെ ഇവര് ഇവര് രണ്ടുപേരെയും കൂടി ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണേ. ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇങ്ങനെ. നമ്മൾക്ക് കുറെ
ഇപ്പോഴും ഉണ്ട് കുറെ ആൾക്കാരോട് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം. അങ്ങനെ ഉള്ള രണ്ട് വ്യക്തികളാ. അപ്പൊ ഇവര് പറയുന്ന കഥകള്, സൈജു കഥകൾ പറയും, അവരുടെ എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാനും ശ്രുതിയൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമോ, അങ്ങനെയായിരുന്നോ, അന്ന് അങ്ങനെയായിരുന്നോ, അത് ശരി, നമുക്കതൊരു പുതിയ അറിവാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു സെറ്റില് മൊത്തത്തിൽ. അന്നത്തെ ആ രീതി നമുക്ക് ഇനി ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അന്നത്തെ ഈ രീതി ഇവിടെ ഉണ്ടായിരുന്നു, ഭരതനാട്യത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച പോലെ അന്ധകാലത്ത് സായിച്ചേട്ടനൊക്കെ നിങ്ങൾ ചെയ്തതില്ലേ, നിങ്ങൾ കുറെ കുറുമ്പുത്തരങ്ങളൊക്കെ കുസൃതിത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ പറയാൻ പറ്റുന്ന ഓർത്തിരിക്കുന്ന എന്തെങ്കിലും നല്ല കുസൃതിത്തരവോ തമാശയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവോ? നിങ്ങൾ യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഒപ്പിച്ച് കൂട്ടിയ വല്ല പറയും സായിച്ചേട്ടാ. ഒരുപാടുണ്ട്, എന്തെങ്കിലും ഉള്ളല്ലേ? പക്ഷെ പുറത്ത് പറയാൻ പറ്റൂല. പറയണ എന്തെങ്കിലും ഒന്ന് പറയും. രതീഷ് ചേട്ടൻ ഇവരെല്ലാം ചേട്ടൻ എല്ലാരും കുറുമ്പന്മാരായിരുന്നു. ഒരു ദിവസം ഞങ്ങള് മഹാറാണിയില് സംസാരിക്കുക, ഞാന് സിദ്ദിഖ് ജയറാം ഉണ്ടെന്ന്, ജയറാം ഇരിക്കുക, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കയറി വന്നു. ഇതാരാന്നൊരു പിടിയില്ല. വന്നിട്ട് നേരെ നമ്മുടെ ബെഡിലോട്ടങ്ങ് ഇരുന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമായിരിക്കുന്നു, ആരാണെന്നൊരു പിടിയില്ല. അവസാനം പുള്ളി പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വെച്ചപ്പോ ഒന്ന് കയറാവുന്നത്. ആ അപ്പം ഞാൻ പതുക്കെ എണ്ണിച്ചിട്ട് കൊള്ളോ ഒരു ഇടി എന്ന് പറയുന്നത് നല്ല ഇടിയാണേ. അത് ഉടനെ സിദ്ദിഖ് ഏറ്റെടുത്തു, ജയറാം ഏറ്റെടുത്ത്, മഹാറാണിയുടെ മൂന്നാമത്തെ നിലയിൽ നിന്ന് ഇടിച്ച് റിസപ്ഷനെ കൊണ്ടിറക്കി. അയാള് നോന്ന് ഓരോ വേദനയില്ല, ചുമ്മാ തമാശ പറയാൻ ഇടിച്ച് താഴെ. ജീവിതത്തിൽ മഹാറാണി കണ്ട അയാൾ ഓടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല സൈജു ശരിക്കും എന്താ പറയാ, സൈജു ഇവിടെയൊന്നും അല്ല ജനിച്ചു വളർന്നതൊന്നും. മലയാള സിനിമ വളരെ വിരളമായിട്ട് മാത്രം കണ്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ ഇവരുടെ ഈ ഫൺ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് നല്ല സിനിമകൾ ഒരുപാടുണ്ടായിരുന്നു. സൈജു അതൊക്കെ കണ്ടിട്ടുണ്ടോ? ആണോ? പഴയ സ്റ്റാർട്ടിംഗ് ഫ്രം ഇപ്പം സായിച്ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാംജിറാവ് സ്പീക്കിംഗ്, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ മൂവീസും കാണാറുണ്ടായിരുന്നു. ഓക്കെ. അതിലിപ്പോ നിങ്ങൾ സെറ്റിൽ പോയിട്ട് ചിരിച്ച് ചിലത് നിങ്ങൾ ഈ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ചിലത് നിങ്ങൾ ചിരി വന്നിട്ട് ടേക്ക് പിന്നെയും പിന്നെ എടുക്കേണ്ടി വരും. അത് തന്നെ പിന്നീട് ഈ ആക്ഷൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നിങ്ങൾ അത് തന്നെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇരുന്ന് ചിരിക്കില്ലേ ചിലത്. അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ റാംജിറാവിലെ ആണെങ്കിലും മാന്തർമാത്തയിലൊക്കെ ഫുൾ ഫൺ അല്ലേ? അതെ, ഓരോന്നായിട്ട് പറയാൻ പറ്റില്ല, ഒരുപാട്. അതാണ് ഇത് ഒരു ചെയിൻ പോലെ കണക്റ്റഡാ. ഇത് ഒന്ന് ഇന്നസെന്റ് ആയിട്ട് ഒരു സാധനം കാച്ചി വരുമ്പോഴത്തേക്ക് എന്തത് അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മറുപടി പറഞ്ഞു പോകും. അതങ്ങനെ നിൽക്കും. അതിന്റെ ഇടയ്ക്കൂടെ സിദ്ദിഖ് വന്നിട്ട് എന്താണ് അതിങ്ങനെയാണ് സംഭവം, അതിന് സിദ്ദിഖിന്റെ മറുപടി. അങ്ങനെ ഇത് എല്ലാ ദിവസവും അതാണ് സംഭവം നടക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആലോചിച്ചിട്ട് ഇന്നൊരു ദിവസം സംഭവിച്ചായിരുന്നു എന്ന് പറയാൻ പറ്റും. മറ്റേത് എപ്പോഴും സംഭവിക്കുന്നതാണ് അത്. ഓക്കെ. ഇപ്പൊ പറഞ്ഞപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു ഓർമ്മയും കൂടെ അതും കൂടെ ഒന്ന് പറയാം സായിച്ചേട്ടാ. എത്രത്തോളം നമുക്ക് എല്ലാവർക്കും മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ കൂടെ തുടക്കം അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. രാംജിറാവു എന്ന് പറയുമ്പോ ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ സായിച്ചേട്ടന്? പിന്നെ ഞാൻ മാതാവിന്റെ അവിടെ മെഴുകുതി എത്തിച്ചിട്ട് ഈ ജോലിയെങ്കിലും ശരിയാകും ഇതാക്കി തരണേന്ന് പറയുന്ന പോകുന്ന ഷോട്ടായിരുന്നു. കോമ്പിനേഷൻ വന്നപ്പോഴോ ഫസ്റ്റ് മുകേഷ് ചേട്ടനായിട്ടായിരുന്നു? അല്ല, ഞങ്ങള് 3 പേരുമായിരുന്നു. മറ്റേ ആ വീട്ടിനുള്ളിൽ വെച്ചിട്ടിരിക്കുന്ന ഒരു സീനായിരുന്നു. അത് 3 പേരും ഉള്ള സംഭവമായിരുന്നു എടുത്തത്. അപ്പോൾ അതില് ഇപ്പം സിദ്ദിഖ് സാറില്ല, ഇന്നു ഇല്ല, മാമുക്കോയില്ല, ഒത്തിരി അതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ പോയി, പിന്നെ മുരളി അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നിട്ട് മുരളി പോയി, ആന്റണി പോയി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാരങ്ങോട്ടും പോയി. അപ്പം അത് കഴിവുള്ള അത് സഹിക്കാൻ പറ്റാത്ത സംഭവമാണ്. അതെ, ശരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മളൊക്കെ അവരെ സ്ക്രീനിൽ മാത്രം കണ്ടിട്ട് അടുപ്പമുള്ള, പക്ഷെ അങ്ങനെയുള്ള ഞങ്ങൾക്ക് അത് എത്രത്തോളം പെയിൻ വരുമ്പോൾ കൂടെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ആ പെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ആ ഒരു ഇതെന്ന് പറയണത് ഭയങ്കര പെയിൻഫുൾ. സോറി ചേട്ടാ, ഞാൻ ഇമോഷണൽ ആക്കി. ആ ഒരു പറഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ഇന്നിപ്പോൾ അവരുടെ ആരുടെ പേര് പറഞ്ഞാലും ലളിതാമ്മയുടെ പേര് പറഞ്ഞാലും ഇവരുടെ ഒക്കെ പേര് പറഞ്ഞാൽ ഒന്നും അല്ലാത്ത എൻ്റെ വരെ നമ്മുടെ വരെ കണ്ണു നിറയും. പിന്നെ ഒബ്വിയസ്ലി ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക്
ഓക്കെ, നമുക്ക് ആ മൂഡിൽ നിന്ന് തിരിച്ചു വരാം. സായിച്ചേട്ടൻ നല്ല കുക്കാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ സായിച്ചേട്ടന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിന് ഞങ്ങൾ പോയിരുന്നു. അന്ന് സായിച്ചേട്ടൻ ഈ സിനിമയുടെ ഷൂട്ടിനായിരുന്നു അല്ലേ? ഈ സിനിമ ഷൂട്ടിനായിരുന്നു. ആണോ? അന്ന് ഞങ്ങളെ കാണിക്കാതെ വിഷു വിഷു സമയത്ത് അന്ന് ഞാൻ കുറെ സമയം വെയിറ്റ് ചെയ്തു. അന്ന് പക്ഷെ ബിന്ദു ചേച്ചി സായിച്ചേട്ടൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സെറ്റിലേക്ക് പോവാണ്. അപ്പൊ അന്ന് ബിന്ദു ചേച്ചി പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ ഭരതനാട്യത്തിന്റെ സെറ്റിൽ സായിച്ചേട്ടന്റെ വക എന്തെങ്കിലും ഭക്ഷണം കിട്ടിയോ ദിവ്യക്ക്? അപ്പൊ നിങ്ങൾ അറിഞ്ഞോ? അല്ല, ഞങ്ങളവിടെ ആ വീട്ടിലത്തെ ചേച്ചി അച്ചാറ് ആദ്യത്തെ ദിവസം ഞങ്ങക്ക് കോമ്പിനേഷനുള്ളൂ. അച്ചാറ് ഭയങ്കര അപ്പൊ സായിച്ചേട്ടൻ പറയുകയും ചെയ്തു, ഇത് ബിന്ദു കാണണ്ട, അവൾ അപ്പൊ തന്നെ ഇതിലും നന്നായിട്ട് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ വെച്ചിട്ട് ബിന്ദു ഉണ്ടാക്കും എന്ന് പറഞ്ഞു. സായിച്ചേട്ടനോട് ഞാനത് കുറച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. സമ്മതിച്ചില്ല, ഞാൻ കൊണ്ട് ഒരു ദുഷ്ടാത്മാവ് തനിയെ അതാ കുപ്പിയോട് എടുത്തോണ്ട് പോയി. തനി ആ വീട്ടുകാരി പോലും കണ്ടില്ല, മുഴുവൻ തിന്നു തീർത്തു. പേര് പറയത്തില്ല, തൊട്ട് കാണില്ല. അതേപോലെ എടുത്തോണ്ട് പോയെന്ന് ഞാൻ ബിന്ദു ചേച്ചിയുടെ ടർബോയിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ടർബോ സിനിമയില്. അപ്പൊ ബിന്ദു ചേച്ചി ഞങ്ങള് ഫുഡായിരുന്നു ഫുൾ ടൈം ഞങ്ങളുടെ സംസാരത്തിന്റെ ഇടയിൽ വന്നിരുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച പുള്ളിയും നന്നായിട്ട് ഒരു ഫുഡിയാ. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങനെ അപ്പൊ പറഞ്ഞു ബിന്ദു ചേച്ചി ഒത്തിരി പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യും, സായിച്ചേട്ടന് ഇഷ്ടമാണ്. അങ്ങനെ ഭക്ഷണം ഒരു മെയിൻ ഒരു സംഭവമാണെന്ന് മനസ്സിലായി. പക്ഷെ ബിന്ദു ചേച്ചി പറഞ്ഞ എന്താന്ന് പറയാ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ ബിന്ദു ചേച്ചിനെക്കാട്ടിലും ബെസ്റ്റ് കുക്ക് എന്ന് പറയണത് ഇപ്പൊ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്ന സായിച്ചേട്ടനാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഭക്ഷണം അങ്ങനെയല്ല എന്ന് വെച്ചാൽ അതിനൊരു സ്പേസ് തരത്തില്ല. ബിന്ദുവിനെ സംബന്ധിച്ചൊരു കിച്ചണിലോട്ട് കയറാമെങ്കിൽ ഒരു 11:30 കയറി കഴിഞ്ഞാൽ 12:30 12:45 ആകുമ്പോഴത്തേക്ക് കഴിക്കാം എന്ന് പറയും. അത്ര ഫാസ്റ്റാ? ഫാസ്റ്റുമാണ്, ടേസ്റ്റിയുമാണ്. അത് എല്ലാം ഉണ്ടാക്കും, നോണായാലും വെജായാലും എല്ലാം നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ ഞാനും അത്യാവശ്യം നല്ല കുക്കാണ്. അപ്പം അവക്ക് ഒരു ദിവസം സുഖമില്ലായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കസേരയിട്ട് പിടിക്കുന്നു, ഞാൻ ചെയ്തോളാം. ഞാനാ ചെയ്ത മൊത്തം. പക്ഷെ ഇടയ്ക്ക് ചില സംശയങ്ങൾ ചോദിക്കും, ഇത് മല്ലി കൂടി പോയോ എന്നൊക്കെ ചോദിക്കുന്ന സംഭവിച്ചാൽ പിന്നെ കൂടുതലും അങ്ങോട്ട് കയറേണ്ടി വരുന്നില്ല. പിന്നെ ഈ ഓണം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പായസമൊക്കെ ഉണ്ടാക്കുന്നത് എന്റെ തലയിൽ വരും. അപ്പൊ ഞാൻ അടപ്രഥമനൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോയാൽ തീർച്ചയായിട്ടും പടം കാണണം 23-ാം തീയതി. പിന്നെ അതെന്തായാലും കാണില്ലേ, സൂപ്പറായിട്ടും. പ്രത്യേകിച്ച് എന്തായാലും ഇത് കാണും. ഈ നമ്മൾ പൊതുവെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആണ്, അവർ കട്ടിങ് റഫ് ആൻഡ് ടഫ് ആണ്. അല്ലെങ്കിൽ തമാശ പറയുന്ന ആൾക്കാർ ഫുൾ ടൈം ഫണ്ണായിരിക്കും, അവർ സംസാരിക്കുമ്പോൾ ഫുൾ അങ്ങനെ. അല്ലെങ്കിൽ എന്താ പറയാ, ഹീറോ ചെയ്യുന്ന ആൾക്കാര് നമുക്ക് എപ്പോഴും അങ്ങനെ വെറുതെയാണ്. കോമഡി പറയുന്ന ആൾക്കാർ ജീവിതത്തിൽ സീരിയസ് ആയിരിക്കും. പലരെയും ഞങ്ങൾ ചേച്ചി അതുപോലെയാണോ? ജഗതിയൊക്കെ ജീവിതത്തിൽ ഭയങ്കര സീരിയസ് ആണ്. അത് കൽപ്പന ഒഴികെ. അതേപോലെ വില്ലനായിട്ട് അഭിനയിക്കുന്നവർ ഏറ്റവും നല്ല ആൾക്കാരായിരിക്കും. ഹീറോസ് ആയിട്ട് അഭിനയിക്കുന്ന ചിലര് അവര് ജീവിതത്തിൽ വില്ലന്മാരായിരിക്കും. അല്ല, ഇപ്പൊ സായിച്ചേട്ടൻ, ഞാൻ ഇന്നസെന്റന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ സായിച്ചേട്ടന്റെ കണ്ണു നിറഞ്ഞു എല്ലാവരുടെയും കാര്യങ്ങൾ. അപ്പം സായിച്ചേട്ടൻ ഇത്രയും ഇമോഷണലി ഇതാവുന്ന ഞാൻ വേറെ ഏതോ ഒരിക്കലും സായിച്ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആകാശദൂത് സായിച്ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കരയും. ഇതാ ഇപ്പൊ ഉള്ളൊഴുക്ക് കാണത്തില്ല, കരിമ്പിൻ പൂവിനക്കരെ കാണത്തില്ല, ചേച്ചിയും കാണില്ല. കരയുന്ന പടങ്ങൾ പറ്റത്തില്ല. ഞാൻ ബാക്കി പടങ്ങളൊക്കെ കാണും, പക്ഷെ ഞാൻ ഈ ആകാശദൂത് അയ്യോ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഞങ്ങളും കണ്ടിട്ടില്ല. അത്രയും മനസ്സ് വിഷമിപ്പിക്കുന്ന. ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഒരു ഇവള് മരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി പോയി കളഞ്ഞു. അപ്പം അന്ന് ഈ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, ഇപ്പോഴല്ലേ റെപ്പില്ലാത്ത, സാർ എന്ത് പറ്റി സാർ ഇറങ്ങി പോകാൻ? ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നിട്ട് എന്റെ കണ്ണ് നിറഞ്ഞ ആൾക്കാർ വിചാരിക്കേ ഇയാള് വല്ലതും വേട്ടവും ചെയ്തിട്ട് ഞാൻ 3-4 പ്രാവശ്യം ശ്രമിച്ചു കാണാൻ, പക്ഷെ പറ്റിയിട്ടില്ല എന്നെ കൊണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് കാണുമ്പോഴാണല്ലേ അത് അതിന്റെ പെയിൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ബിന്ദു ഒട്ടും പറയില്ലല്ല, ബിന്ദുവൊക്കെ കരഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അപ്പോഴായിരിക്കും നമ്മൾ നോക്കുന്നത് എന്ത് പറ്റി അങ്ങനെ കരഞ്ഞളയും. ആണോ? ഒരേ ഒരു കാര്യം കൂടി, ചേച്ചിയുടെ ഫാമിലിയിൽ നിന്ന് ചേച്ചിനെ കൂട്ടണ്ട, അല്ലാതെ പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും മക്കളെ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും നന്നായിട്ട് കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കൽപ്പന ചേച്ചിക്ക് തന്നെയാണോ? അവള് തന്നെയാണ്, വേറെ ആരും? അമ്മ ആണോ? അതിന്റെയാണ് കിട്ടിയേക്കുന്ന എല്ലാവർക്കും. അപ്പൊ പോയി അമ്മയാണ് കൽപ്പന ചേച്ചിക്കല്ല വിജയലക്ഷ്മി. ഞാൻ നേരത്തെ പറഞ്ഞപ്പം ശരി അവള് പറയട്ടെ എന്ന് വിചാരിച്ചു, പിന്നെ അവളെ പറ്റിയല്ലേ പറഞ്ഞേ ആയിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, അത് സത്യമാണ് കേട്ടോ, സത്യം. ഇപ്പൊ ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്തായാലും. എല്ലാവിധ ആശംസകളും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.